അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി. നീ എന്നെ കാണിക്കണത്? ഞാൻ നാണിച്ചതല്ലേ ഏട്ടാ. നീ ഓടി നടന്ന് നാണിക്കാട്ട് ഒരു കാലത്ത് നിന്ന് കാണിച്ചേ. സിനിമയിലൊക്കെ ഇങ്ങനെയാ. സിനിമയിൽ അങ്ങനെ പലതും ഉണ്ടാക്കും. അത് നീ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട ചേട്ടാ. എല്ലാരും ഈ ഹണിമൂണിനൊക്കെ പോകുന്നത് മൈസൂറും കൊടൈക്കനാലും ഊട്ടിയൊക്കെ അല്ലേ. നമ്മൾ എന്തിനേട്ടാ ഈ കാട്ടിനകത്ത് ഒന്നും ആഘോഷിക്കുന്നേ? നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടയുണ്ട്. അവിടെ കണ്ട കടച്ചാതി സാധനങ്ങളൊക്കെ നിനക്ക് മേടിച്ചെന്ന് ഞാൻ മുടിയും. ഇവിടെ ആകുമ്പോ ഒരു കുഴപ്പമില്ല. കുറെ കല്ലും പുല്ലും മരവും മാത്രമേ ഉള്ളൂ. സ്വസ്ഥം സമാധാനം. പിന്നെ വേറൊന്നല്ല, നമ്മൾ എവിടെ ചെന്നാലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. ഓ പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നമ്മൾ എന്താ മരയോ എന്തോ? അത് നീ. ഞാനോ? നിന്റെയൊക്കെ നിറ എപ്പോഴാ മാറുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റൂലേ. അതെ, എന്റെ നിറമല്ല മാറുന്നത്, പിന്നെ നിങ്ങളെ നിറം മാറിക്കൊണ്ടിരിക്കും. കല്യാണത്തിന്റെ അന്നേ എന്റെ വല്യമ്മ ഒരു വലിയ പച്ച കളർ ബോക്സ് കൊണ്ടുവന്ന്, ഒരു ഗിഫ്റ്റ് ബോക്സ്. എന്നിട്ട് ഞാനത് ഒറ്റയ്ക്ക് നിന്ന് മേടിച്ച്. നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെ കാണും? ഗിഫ്റ്റ് കൊണ്ടുവന്ന് വച്ചത് എന്റെ തലയിലാ. ഞാനവിടെ കിടന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈയിട്ട് കാണിച്ച് കണ്ടില്ലേ? അയ്യോ, അത് ചേട്ടനായിരുന്നാ? ഞാൻ വിചാരിച്ചു കാറ്റില് ഗിഫ്റ്റ് ബോക്സിന്റെ റിബൺ ഇടന്ന് ആടുവാണെന്ന്. ഏത് റിബണാടി? ഡാൻസ് കളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആടുന്നത്. പോ ചേട്ടാ, എന്നെ ഇങ്ങനെ പറയല്ലേ. അതെ, ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് തണുപ്പിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കേ ഈ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കാം. എന്താ ദൈവമേ, കരിയില കൂട്ടി കത്തിക്കാനാ? അതല്ല, സാധാരണ ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? ബീഡി വലിക്കും. അതെ, നല്ല തണുപ്പുള്ള സമയത്ത് എന്റെ അച്ഛൻ എപ്പോഴും ബീഡി വലിക്കുമായിരുന്നു. എന്റെ ദൈവം, അതല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും ആലോചിച്ചോക്കെ, ഈ തണുപ്പുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യും? എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ കട്ടൻ ചായ ഇട്ട് തിളപ്പിച്ച് തണുപ്പത്ത് കുടിക്കും. കട്ടൻ ചായ നിന്റെ തലയിൽ വെച്ച് തിളപ്പിക്കണം. അല്ല, അറ്റ്മോസ്ഫിയർ കിട്ടുള്ള തണുപ്പത്ത് സാധാരണ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യും? ഒരു കണക്കിന് നോക്കി ആശുപത്രി പോകും ചേട്ടാ. ഈ തണുപ്പത്തൊക്കെ ഉണ്ടല്ലോ, പനിയും ചുമയൊക്കെ വന്ന് എന്റെ ദൈവമേ എനിക്ക് വയ്യ, ആലോചിക്കാൻ വയ്യ എനിക്ക്. ഒരു കാര്യം കൺഫേമാ, നമുക്ക് അടുത്ത കാലത്തൊന്നും ഒരു കുട്ടി ഉണ്ടാവാൻ പോണില്ല. അതെന്താ? ഹിരോഷിമയിലെ ബോംബിടുന്ന കാര്യം പറയുമ്പോ ഇവള് ഹരീഷ്മോന് ബോണ്ട കൊടുക്കണ കാര്യം. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, അത് വേറെ എന്തെങ്കിലും ഒരു പേടിക്കണ്ടത് ഞാനില്ലേ കൂടെ. അയ്യേ, മീറ്റർ പോയി ഏട്ടാ, മീറ്റർ പോയി. പൊളിഞ്ഞാ? പിന്നല്ലാണ്ട്. മയില്, എന്താണ്? ഒരു വലിയ മയിലെന്ന് അതിന്റെ ഒച്ചയെ കേട്ടത്. മയിലും കുയിലൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ പൊന്നിങ്ങും വന്നേ പോലെ തെന്നൽ നിന്റെ ചുരുമുടുത്തുമ്പത്ത് വെണ്ണിലാപ്പൂക്കൾ മെല്ലെ തഴുകി മറയുന്നു. പിന്നിലാമഴയിൽ പ്രണയം നീത്തുന്നു. എന്റെ പൊന്നെ, ഒരു കിടുക്കൻ ഉമ്മയും കൂടെ വന്ന് വികാരം കയറി നടക്കണ കമ്പിളിപ്പതം മനുഷ്യനായിരുന്നോ? ഞാൻ ഗൈഡാ. എന്താ പറ്റി? വായിലെല്ലാം പോയോ? പഠിക്കണ കാലത്ത് എനിക്ക് ഗൈഡെന്ന് വെച്ചാ അറപ്പാ. അപ്പൊ അതെ ജീവനോടെ മുമ്പിൽ വന്ന് നിൽക്കണം. ഞാൻ ആ ഗൈഡല്ല. പിന്നെ ബി ഗൈഡാണോ? പിന്നെ ഫോറസ്റ്റ് കാടാന്ന്. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാം ഫോറസ്റ്റ് കാടാന്ന്. ഞാൻ ഫോറസ്റ്റ് കാടാ. ഈ ടെന്റ് സ്റ്റേ ഒക്കെ നോക്കി നടത്തുന്ന ആളാ. നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്ന. പേര് ഈനാശു, പേര് ചന്തു. ചന്തി എത്ര വേണേലും ഒട്ടിക്ക് വന്നിട്ട് പറഞ്ഞാ മതി. ചന്തി ആട്ടുന്ന കാര്യമല്ല പറഞ്ഞ, ചന്തു ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വെച്ച കലാകാരൻ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? കല്യാണം കഴിച്ചപ്പോ കിട്ടിയതാ. നീ കിട്ടിയത് വല്ല? അയ്യോ അല്ലെന്നേ. ഇങ്ങനെ കിടന്ന് മണ്ടത്തരം പറയണം. എടോ, താൻ എന്താ ആർട്ടിസ്റ്റാന്നാ ചോദിച്ചത്? ഞാൻ കോമഡി കലാകാരനാണ്. പിന്നെ എന്റെ ദൈവമേ,
എനിക്കാണെങ്കിൽ കോമഡിക്കാരെന്ന് പറഞ്ഞാലേ ജീവന. ആണോ? ഞാനിങ്ങ കടിക്കട്ടെ. ആ, ഞാൻ കോമഡിക്കാരെന്ന് പറഞ്ഞ അല്ലാണ്ട് കടായി ചിക്കൻ നല്ല. എങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ഒരു 3-4 സീസണായിട്ട് ആരും വിളിക്കണേ. എങ്ങനെ വിളിക്കും? ഇമാതിരി സാധനമല്ല അടിക്കണത് ആരും. അല്ല, എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് ഇന്ദു ചന്തു. എന്നാ ജന്തു? എന്നാ ചന്തു അല്ലടാ, എന്റെ പേര് ഇന്ദു, എന്റെ ഹസ്ബൻഡിന്റെ പേര് ചന്തു. ഓ, ഇന്ദു ചന്തു. നല്ല ചന്തമുണ്ട് കേട്ടോ. So much. ഞാനിത് ഇതാക്കി പറഞ്ഞതേ ഉള്ളൂ. പോടാ. ആരവിടെ? പോടാ. കാൽ മണിക്കൂർ തൊഴിലുണ്ടല്ലോ. പോടാ. അതേപോലെ പട്ടിയല്ലോ പട്ടിയൊന്നും അല്ലെന്ന്. പിന്നെ? കരടി. പേടിക്കണ്ട. കരടി വന്നേണ്ടി നമ്മളെ ഉപദ്രവിക്കൂ. ഉപദ്രവിക്കില്ല. കരടി വന്നാൽ നമ്മളിങ്ങനെ മടിയിലിരുത്തിട്ട് നിപ്പിൾ കുപ്പിയിൽ ഇങ്ങനെ പാല് തരും. അതല്ലടാ പ്രാന്തോ. പിന്നെ ഏതാ നമ്മളെ പിച്ചി പറിക്കുവല്ലേ ചെയ്യോ? പിന്നെ പിച്ചി പറിക്കത്തില്ലേ? നീ എന്നാ വർത്താനം പറയണേ? പക്ഷെ നിങ്ങൾ സേഫാ. ആണോ? ഞാൻ ഈ ടെന്റിസ്റ്റയുടെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കരടികൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലെന്ന്. അതിന് കരടിക്ക് മലയാളമൊക്കെ വായിക്കാൻ അറിയോ? ഒരു കുടുംബം മൊത്തം മണ്ടന്മാര്. ഞാൻ ഇയാളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ചേച്ചി എന്തിനാ അതിന്റെ വാലേ കയറി പിടിക്കണത്? സമയം ഒരുപാടായി. പക്ഷേ അതെ, നിനക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ആ, ഇത് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എല്ലാവരും ഇറങ്ങിയോടി. നമ്മളാണോ? ഒന്നും ചെയ്യല്ലേ, ടെൻഷന്റെ പുറത്ത് പറ്റിപ്പോയതാ. എന്റെ കൈകൾ പരിശുദ്ധം. ചേട്ടാ, പിന്നെ ഒരു കാര്യം കിടക്കണ കാര്യം പറയും. ഞാൻ പിന്നെ അതല്ലേ ഞാൻ മൊത്തം പറഞ്ഞു തീർന്നത്. കിടക്കണ കാര്യം ആയിട്ടില്ലെന്ന്. അത് വീട്ട് ഈനാശു, നമ്മുടെ ഇവിടെ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണ്? എന്റെ പൊന്നെ, ഇവിടെ ഫുഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാലേ സ്പെഷ്യൽ അല്ലേ? അതായത് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാലേ വെറൈറ്റി ഫുഡാ. രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മുളയിൽ പുട്ട്, ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും മുള ബിരിയാണി, ഒരു വൈകുന്നേരം മക്കം ആകുമ്പോഴേക്കും മുളയിൽ ചായ, പിന്നെ ഒരു രാത്രി ആകുമ്പോഴേക്കും മുളയിൽ കഞ്ഞി. എനിക്ക് വയ്യ ചേട്ടാ. ഇതൊക്കെ കേട്ടിട്ട് ചേട്ടൻ എന്താ തോന്നണേ? ഇത് മുളയിലെ നുള്ളണ്ട പരിപാടിയാണ് കാണിക്കണത്.